ഹായ് ഹലോ, ഇന്ന് സദ്യ സ്റ്റൈൽ രുചികരമായ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ആവശ്യമായിട്ട് ഉള്ള തേങ്ങയൊന്ന് ചിരകിയെടുക്കാം. ശേഷം നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള പച്ചടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. സദ്യ സ്റ്റൈൽ പച്ചടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പൈനാപ്പിളിൻ്റെ പകുതി പൈനാപ്പിളാണ് ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, കുഞ്ഞുള്ളി, തേങ്ങ ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. കുഞ്ഞു തേങ്ങയാണ് കേട്ടോ. പിന്നീട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, ഉപ്പ്, മുളക് പൊടി. എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്താൽ മതിയാകും. അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനൊക്കെ വെച്ച് നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് ഇളം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പച്ചമുളക്, പിന്നെ തിരികെ വെച്ചിരിക്കുന്ന ആ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് 1 സ്പൂണോളം, അളവ് പറയുവാണെങ്കിൽ 1 സ്പൂണോളം കടുക്, നല്ല ജീരകം, ചെറിയ ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി അരിഞ്ഞെടുക്കാം. അങ്ങനെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക്, നമ്മൾ തേങ്ങ അരച്ച ആ ജാറിലേക്ക് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നന്നായി വെന്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ക്രഷ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ച പൈനാപ്പിൾ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും ഇട്ട് തിളപ്പിക്കരുത്, ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പിന്നീട് അരച്ച തേങ്ങാക്കൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പൈനാപ്പിൾ സീസൺ അല്ലേ ഇപ്പം. ഇന്ന് പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉറയൊഴിച്ച തൈര് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ലാസ്റ്റ് നമ്മുടെ കുപ്പിത്തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കുപ്പിത്തൈരിലുണ്ടാക്കുന്ന പച്ചടിക്കും വളരെ ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീയല്ല ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ച് കൊടുക്കാവൂ. അല്ലെങ്കിൽ പീര പോലെ കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് താളിക്കലാണ്. അങ്ങനെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി കിടക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് താളിച്ചെടുക്കാം. താളിക്കൽ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായിരുന്നു ചോറൊക്കെ കഴിക്കാൻ. അതിനെല്ലാവർക്കും ഇഷ്ടമായി. ലാസ്റ്റ് താളിച്ച ആ കൂട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ എന്തുമാത്രം ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് സബ്സ്ക്രൈബ്. എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.